കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കുന്നത് കടുത്ത നീതികേടാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാർട്ടിയുടെയും മുന്നണിയുടെയും തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നേതൃത്വത്തിന്റെ മാത്രം പിഴവുകളല്ലെന്നും മറിച്ച് പാർട്ടിയുടെ താഴെത്തട്ടു മുതൽ മുകൾ തട്ടു വരെ നുഴഞ്ഞുകയറിയുള്ള ദല്ലാളന്മാരുടെയും അധികാരമോഹികളുടെയും അമിതാധികാര പ്രവണതകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ സഖാക്കളോട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും നിലവിലെ അവസ്ഥയെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയനെ ക്യാപ്റ്റൻ, ലീഡർ, കാരണഭൂതൻ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകി വാനോളം പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്തവർ തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നത് തികഞ്ഞ അവസരവാദമാണ്. ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ഉന്നത തലത്തിലുള്ള പോളിറ്റ് ബ്യൂറോ വരെയുള്ള പാർട്ടി വേദികളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പിണറായി വിരുദ്ധ സ്വരങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണിക്ക് തുടർഭരണം നേടിക്കൊടുത്ത നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ നൽകിയ നിസ്തുലമായ സംഭാവനകളെയും പാർട്ടി വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വത്തെയും പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മാത്രം അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ വീഴ്ചകളുടെയും പേരിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായ വലിയൊരു അധാർമികതയാണെന്നും ഇത്തരത്തിൽ ഒരു നേതാവിനെ ബലിയാടാക്കാനുള്ള നീക്കങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പാർട്ടി ഓഫീസുകൾ ഇന്ന് കച്ചവടക്കാരുടെയും ഇടനില അഥവാ ദല്ലാളന്മാരുടെയും പൂർണ്ണമായ പിടിയിലാണെന്ന ഞെട്ടിപ്പിക്കുന്ന ആരോപണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. അധികാരത്തിന്റെ മധുരം നുകർന്ന് മത്തുപിടിച്ച കാലയളവിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയ ഒരു വലിയ വിഭാഗം നേതാക്കളും അണികളും ഇന്ന് പാർട്ടിയുടെ ആശയങ്ങൾക്കും അസ്തിത്വത്തിന് തന്നെയും വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. തികച്ചും വ്യക്തിപരമായ സാമ്പത്തിക നേട്ടങ്ങൾക്കായി മാത്രം പാർട്ടിയെയും ഭരണകൂടത്തെയും ആയുധമാക്കിയ ഇക്കൂട്ടർ ജനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് ലഭിക്കേണ്ട നിർണായകമായ വിശ്വാസ്യതയും പിന്തുണയും ഇല്ലാതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അധികാര ലഹരിയിൽ സാധാരണക്കാരുടെ ദുരിതങ്ങളും വേദനകളും കണ്ടിട്ടില്ലെന്ന് നടിച്ച നേതാക്കളുടെ ഈ പാപഭാരമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ പ്രധാന കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പിണറായി വിജയന്റെ ഓഫീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അതീവ ഗൗരവകരമായ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. വിവാദ നായകനായ P. ശശിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഓഫീസ് ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്ന് പൂർണ്ണമായും ഒരു ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പിണറായി വിജയന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ പല വിധത്തിലുള്ള ഇടപാടുകളും ഔദ്യോഗിക ഇടപെടലുകളും ഈ സംഘം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നിരുന്നുവെന്നും ഒരു ഘട്ടത്തിൽ സെക്രട്ടറിയും കേരളത്തിലെ സാമ്പത്തിക മേഖലയിലെ സ്വാധീനമുള്ള ചില പ്രമുഖ പലിശ രാജാക്കന്മാരും ചേർന്ന് ഓഫീസ് നിയന്ത്രിക്കുന്ന അത്യന്തം ഗുരുതരമായ അവസ്ഥാവിശേഷം സംജാതമായിരുന്നുവെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. തികച്ചും സംശയകരമായ പശ്ചാത്തലമുള്ള ഇത്തരം ആളുകളെ ഓഫീസിന്റെ നിർണായക ചുമതലകളിൽ നിയമിച്ചത് ഭരണപരമായ വലിയൊരു വീഴ്ചയായിരുന്നുവെന്നും ഇവർ സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യങ്ങളും പ്രതിച്ഛായ നഷ്ടവുമാണ് ഒടുവിൽ പിണറായി വിജയനും CPM-നും തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടിയായി മാറിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഉദാഹരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി അടിയോടെ തകർന്നടിയുമെന്ന് ഏവരും കരുതിയെടുത്ത് നിന്നാണ് പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃപാടവം കൊണ്ട് മാത്രം ഇടതുപക്ഷം അത്തരമൊരു ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത്. എന്നാൽ ആ വമ്പിച്ച വിജയത്തിന് ശേഷം പാർട്ടിയും മുന്നണിയും അഹങ്കാരത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയെന്നും അധികാരത്തിന്റെ സുഖശീതളമായ തണലിൽ പാർട്ടിയുടെ അണികൾ പൂർണ്ണമായും സുഖലോലുപരായി മാറിയെന്നുമാണ് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നത്. പിണറായി വിജയൻ കഠിനാധ്വാനം ചെയ്ത് തറയൊരുക്കി വിത്തെറിഞ്ഞ് കൃഷിയിടം പാകപ്പെടുത്തിയപ്പോൾ ആ വിളവ് കൊയ്യാനെത്തിയ പുത്തൻകൂറ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടിയുടെ ആശയങ്ങളോടോ ആദർശങ്ങളോടോ അല്ല, മറിച്ച് വെറും ലാഭത്തോടും അധികാരത്തോടും മാത്രമായിരുന്നു മമതയെന്നും ഈ മനോഭാവം പാർട്ടിയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടതുമുന്നണിയുടെ ഈ കനത്ത തകർച്ചയിൽ ഘടകകക്ഷിയായ CPI-ക്കും വലിയ പങ്കുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുന്നണി ഭരിച്ച കാലയളവിൽ സിവിൽ സപ്ലൈസ്, റവന്യൂ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തവർ അഴിമതിയുടെ പര്യായങ്ങളായി മാറിയെന്നും അവരുടെ ഇത്തരം പ്രവർത്തികൾ മുന്നണിയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെയും ജനങ്ങൾക്കിടയിലുള്ള ശോഭയെയും സാരമായി കെടുത്തിയെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയും ചെയ്ത ഇക്കൂട്ടർ
ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ മറച്ചുവെച്ചുകൊണ്ട് പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും ഇത് തികച്ചും രാഷ്ട്രീയമായ അവസരവാദമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. പിണറായി വിജയൻ എന്ന സമുന്നത നേതാവിനെ ബലിയാടാക്കി പാപികളായവർ പുണ്യാളന്മാരായി മാറാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ CPM നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. CPM ഗൗരവകരമായ ആത്മപരിശോധനയ്ക്കും സ്വയം വിമർശനത്തിനും തയ്യാറാകേണ്ട സമയമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ജനപ്രിയമല്ലാത്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതും പാർട്ടിയുടെ അടിത്തറയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുത്തൽ നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു.